ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുന്നേ ഞാനിതാ ആ മുളക് ബജി എവിടെ നിന്നാണ് എടുത്തതെന്ന് കാണിക്കാം. നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല, തോട്ടമൊന്നും പറയാനില്ല, ചെറിയൊരു അടുക്കള തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ബജി മുളകാണ്. മാഷാ അല്ലാഹ്, കണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇല്ല, ഒരു 5-6 ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല, 1 അല്ലെങ്കിൽ 2 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കടയിൽ നിന്നും കൂടെ വാങ്ങിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ഇതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് വലുതായതിൻ്റെ ശേഷമാണ് നമ്മളത് മുളകാക്കി പൊരിച്ചിട്ടുള്ളത്, വലിയ ബജി മുളകാക്കിയിട്ട് പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ബജി മുളകൊക്കെ ഉണ്ടാവുക, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കട്ടോ. ചിലപ്പോൾ എനിക്കത് അത്ഭുതം. ഇവിടെ സെക്കൻഡ് ടൈം അല്ല, ഒരു 3-4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ടാകുമ്പോഴൊക്കെ 1-2 ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ വീട്ടിലുള്ള ബാക്കിയുള്ള മുളകുകൾ, അതുപോലെ ഇതൊക്കെ അയച്ച് നിൽക്കണ ചെറുനാരങ്ങ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ അല്ലേ. മാങ്ങ ഒക്കെ കണ്ടോ, അങ്ങനെ താഴത്ത് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. ഒട്ടുമാവാണ് കേട്ടോ അത്. അതുപോലെ തന്നെ മൂവാണ്ട മാങ്ങ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇതാ കറ്റാർവാഴയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു എണ്ണ കാച്ചുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മൾ ബജി മുളകിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത്ര വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുളക് ബജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് നല്ല എരിവുള്ള മുളകാണ്, കൂടാതെ നമ്മളെ മുളക് നല്ല എരിവുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കായം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ മിസ്സായി പോയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കായം നമുക്ക് പൗഡർ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയുണ്ട്, കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കറിയില്ല ആ ഒരു പരുവം, ആ ഒരു ലൂസിൽ എത്തിക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു ബേക്കിംഗ് സോഡ ഇട്ടതല്ലേ, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേന് നമ്മളെ മുളകൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒരു 5 മുളക് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അതിന്മേൽ തന്നെ വിത്താക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് വിത്താക്കി വേറെ ചെടിയെ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും നമ്മൾക്ക് ബജി മുളക് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ചിലതൊക്കെ ഇത് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ കളഞ്ഞു. അരിയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു, കൈയൊക്കെ നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള ബജി മുളക് തന്നെ ആയിരുന്നു എന്തായാലും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തേക്കാം. 2 പീസോ 3 പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അത്രയും ഇല്ല, കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതോടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ബജി മുളക് കഴിക്കുമ്പോൾ ഒരു ചമ്മന്തി വേണ്ട അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇനി 1 ടീസ്പൂണ് സുർക്കയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര, അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം പഞ്ചസാര, അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറില്ലാത്തത് സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി എടുക്കുകയാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടാവും, നല്ലൊരു റെഡ് കളറായിട്ട് കാണാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി അവിടെ ഇരിക്കട്ടെ. ഇനിയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള
മുളകിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മുളക് നമ്മളെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോമ്പിനിപ്പോൾ എല്ലാവരും ഓരോന്നും ഫ്രൈ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മളങ്ങനെ എപ്പോഴൊന്നും ഫ്രൈ ചെയ്യൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്യാറുള്ളൂ. എന്നാലൊരു ചെറുതായിട്ട് എന്തെങ്കിലും ഫ്രൈ ആയിട്ടുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലേ. നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് ഒന്നും വേണ്ടാന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കും. പക്ഷെ കുറച്ചൊരു 6 മണിയൊക്കെ ആവുന്ന നമുക്ക് എന്തെങ്കിലും ഒന്ന് പൊരിക്കായിരുന്നു. അപ്പോൾ ഒരു സവാള ആണെങ്കിലും ഒരു സവാള എടുത്തിട്ട് 2 സവാള എടുത്തിട്ടൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്യും ചെറുതായിട്ട്. എപ്പോഴും ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മൾ നോമ്പൊക്കെ എടുത്ത് നോമ്പ് തുറക്കുന്ന നേരത്ത് ഇങ്ങനെ ഓയിൽ ഫ്രൈ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോളൂ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ബജിമുളക് ഒക്കെ പൊരിക്കുന്നവർ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ പൊരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കിയ ഒരു മുളകൊക്കെ ആകുമ്പം ആ ഇൻട്രസ്റ്റോട് കൂടി പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാതും ഫ്രൈ ആയി. അപ്പോൾ നമ്മളെ ചൂട് ബജിമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് ചമ്മന്തിയിലൊക്കെ കൂട്ടി മിക്സാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് കാണുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.